ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഇതിലേക്കുള്ള ചിക്കനൊന്ന് മസാല തേച്ചെക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള എല്ലില്ലാത്ത ചിക്കൻ എടുത്തുക്കണേ. ഇതിലേക്ക് 1/4 സ്പൂൺ ചിക്കൻ മസാലയും 1/2 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിൻ്റെ നീരുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്ത് എരിവ് ഉപ്പൊക്കെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം. ഇതിലേക്കുള്ള മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് മൈദപ്പൊടി എടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂൺ കറുത്ത എള്ളും 1 സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചെടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറേശ്ശെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചെടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കൂലേ, അതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. മാവ് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടാണ്ട് വേവിച്ച് ഉടച്ചെടുത്തതാണ്. ഇതിലേക്ക് 1 സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും എരിവിന് ആവശ്യമായിട്ടുള്ള 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുകയാണ്. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഷേപ്പ് ആക്കാൻ പറ്റുന്ന പരുവത്തിലാകുന്ന വരെ കുറച്ച് കോൺഫ്ലവർ ചേർത്തിട്ട് വീണ്ടും കുഴച്ചെടുക്കണം. ഞാൻ ഇതിലേക്ക് 2/4 സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടാട്ടോ കുഴച്ചെടുത്തത്. പിന്നെ ഞാൻ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം സവാള ചെറുതായി അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നേരത്തെ ഞാൻ ചേർക്കാൻ മറന്നതായിരുന്നു കേട്ടോ. പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 2 നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ വീണ്ടും കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ നമ്മൾ മസാല ഉണ്ടാവുക. കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മൾ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കൂല. കുറേ കോൺഫ്ലവർ ചേർത്താൽ ഇത് പൊരിച്ചെടുക്കുമ്പോൾ ശരിക്കും വെന്ത് കിട്ടൂല. ഇതുപോലെ കയ്യിൽ വെച്ച് പരത്തിയതിന് ശേഷം നമ്മൾ മസാല തേച്ച് വെച്ചില്ലേ ചിക്കന്, അതൊന്ന് പൊരിച്ചെടുത്തതാണ്. അതിൽ നിന്ന് ഓരോ കഷ്ണങ്ങൾ എടുത്തിട്ട് ഇതിലൊന്ന് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അതിൻ്റെ ഉള്ളിൽ വേണ്ടത് അതിനനുസരിച്ച് വെക്കുക കേട്ടോ. ചിക്കന് പകരം നിങ്ങൾക്ക് മുട്ടയോ ബീഫോ ഒക്കെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്ത് ഉരുട്ടി ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുകയാണ്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. മുഴുവനും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തുക്കണേ. ഇനി നേരത്തെ നമ്മൾ കുഴച്ച് വെച്ച ഗോതമ്പ് പൊടിൻ്റെ മാവില്ലേ, അതൊന്നും കൂടെ ഒന്ന് കുഴച്ച് കൊടുക്കുകയാണ്. ഇനി മാവിനെ 2 ഉരുളകളായിട്ട് മാറ്റുകയാണ്. ഇനി ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടിയാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തൂലേ, ആ ഒരു കനത്തിൽ പരത്തിയെടുക്കണം. ഞാൻ പരത്തിയെടുക്കാൻ അരിപ്പൊടി ആട്ടോ എടുത്തിട്ടുള്ളത്. അരിപ്പൊടിയാകുമ്പോൾ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും വലുപ്പത്തിലാട്ടോ ഞാൻ പരത്തിയത്. ഇതിൻ്റെ 4 സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് മുറിച്ച് മാറ്റുകയാണ്. നാല് സൈഡ് ഭാഗം ഇതുപോലെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല അല്ലേ, ഉരുളക്കിഴങ്ങൊക്കെ ഷേപ്പ് ചെയ്ത് വെച്ച അതിൻ്റെ അളവിൽ നീളത്തിൽ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുകയാണ്. ഈ മസാല ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ഒട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് കലക്കിയെടുത്തതാണ്. അത് ഇതുപോലെ തേച്ചെടുത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെയിട്ടുള്ളത്. അപ്പം ഇനി ബാക്കിയുള്ളത് മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മീഡിയം തീയിലിട്ടിട്ട് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇത് ഓരോന്നായി ഇതിലേക്ക് ഇട്ടുകൊടുത്തൊന്ന് പൊരിച്ചെടുക്കണം. തീ കൂട്ടി വെച്ചിട്ട് പൊരിച്ചെടുക്കരുത്. തീ കൂട്ടി വെച്ച് പൊരിച്ചെടുത്താൽ ഇതിൻ്റെ ഉൾഭാഗം ശരിക്കും വെന്ത് കിട്ടൂല. ഇത് തിരിച്ചും മറിച്ചിട്ടെടുത്ത് നല്ലൊരു കളറാകുന്ന വരെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കളറാകുമ്പോഴേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങും ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.